ജനങ്ങളുടെ പച്ച ഇറച്ചി തിന്ന് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് കോഴി ഇറച്ചി തിന്നിട്ട് മതിയായിട്ടില്ല, മത്സ്യം കഴിച്ചിട്ട് മതിയായിട്ടില്ല, പോത്തിറച്ചി കഴിച്ചിട്ട് മതിയായിട്ടില്ല, ആട്ടിറച്ചി കഴിച്ചിട്ട് മതിയായിട്ടില്ല. ഇത്രയെല്ലാം രുചിയുള്ള ഇറച്ചി കഴിച്ചിട്ടോ ഇപ്പോഴതാ മനുഷ്യന്റെ ഇറച്ചി കഴിച്ചിട്ട് നടക്കുകയാണ്. ഗീബത്ത് പറഞ്ഞ് നടക്കുകയാണ്, നമീമത്ത് പറഞ്ഞ് നടക്കുകയാണ്, ആളുകളെ കുറ്റം പറഞ്ഞ് നടക്കുകയാണ്, ചീത്ത പറഞ്ഞ് നടക്കുകയാണ്. ജനങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടുത്തി കളയുകയാണ്. കുറെ നിസ്കാരം മാത്രമുണ്ടായിട്ട് കാര്യമുണ്ടോ? ചോദിക്കട്ടെ ഉമ്മമാരെ, ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നു എന്ന് കരുതണ്ട. എനിക്ക് നിങ്ങളോട് വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, ലോക്യക്കുറവില്ല, വെറുപ്പില്ല, ഒന്നുമില്ല. പക്ഷേ ഉള്ളത് ഞാനങ്ങ് പറയട്ടെ, കുറെ ഉമ്മമാരി സ്വഭാവമുള്ളവരാണല്ലോ, കുറെ സഹോദരിമാരി സ്വഭാവമുള്ളവരാണല്ലോ. അവരിങ്ങനെ ജനങ്ങളുടെ പച്ച ഇറച്ചി കഴിച്ച് നടക്കുകയല്ലേ, മറ്റുള്ള ജനങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടുത്തി കളയുകയല്ലേ. ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള സ്വഭാവമാണെന്ന് ആണുങ്ങളും തെറ്റിദ്ധരിക്കണ്ട. സുബ്ഹാനല്ലാഹ്, നിസ്കാരം കഴിഞ്ഞാലോ പള്ളി പുറത്തു വന്നിട്ട് കയ്യും കെട്ടിയിട്ട് നാട്ടിലെ ആരാനെ കുറിച്ച് ചർച്ച നടത്താണ്. അതാണ് കുറ്റം പറയല്, പച്ച ഇറച്ചി തിന്നല്. അല്ലാഹു നമുക്ക് ഹലാലാക്കിയ ഇറച്ചിയില്ലേ ഇവിടെ? മത്സ്യം കഴിക്കാം, ആട്ടിറച്ചി കഴിക്കാം, കോഴി കഴിക്കാം, കോഴി ഇറച്ചി കഴിക്കാം, കോഴിയിൽ തന്നെ പലതും കഴിക്കാം, നാടനും കഴിക്കാം, മറ്റേ ടൈസൺ കഴിക്കാം, അതുപോലെ പ്ലാസ്റ്റിക് കോഴി കഴിക്കാം, എല്ലാം കഴിക്കാം. ആട്ടിറച്ചി കഴിക്കാം, മറ്റു ഇറച്ചി കഴിക്കാം, ഹലാലാക്കിയ ഇറച്ചി ഉണ്ടല്ലോ കുറെ, അതൊക്കെ കഴിക്കാം. മനുഷ്യന്റെ ഇറച്ചി ഹലാലല്ല, അത് കഴിക്കരുത്.